വീണ്ടും ദൈവവുമായിട്ട് ഈ ഭവനത്തോട് വിളിച്ചായിരിക്കാൻ സുഹൃത്തിലെ ദൈവം നമ്മെ സഹായിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും ഈ സന്ധ്യാസമയത്ത് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ഇടവരുത്തി. അതുകൊണ്ട് തന്നെ വചനം ഇന്ന് രാത്രിയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന നൽകേണ്ടതിനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 24, 25, 26 വാക്യങ്ങൾ വായിക്കും. 4-ാം അധ്യായം 24, 25, 26. ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭാഗത്ത് നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ കർത്താവ് പറയുന്ന പ്രസ്താവനയാണിത്. ഏലിയാവിൻ്റെ കാലത്തുണ്ടായ ക്ഷാമത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന വാക്കാണിത്. അവിടെ കർത്താവ് 24-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതൻ. നമുക്കറിയാം, ആ കാലത്ത് ഏലിയാവ് ജീവിച്ചിരുന്നതായിരിക്കുന്ന കാലത്ത് 3 ആണ്ടും 6 മാസവും ആകാശം അടഞ്ഞു. ആർക്കും ഒന്നും കിട്ടാനായിട്ടില്ല. മഴ നിന്നു, മഞ്ഞ് നിന്നു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും. അവിടെ തന്നെ വ്യക്തമാണ്, ആ വ്യക്തിയിലൂടെ ഇനി എന്ത് കിട്ടത്തുള്ളൂ? മഞ്ഞും മഴയും കിട്ടത്തുള്ളൂ. എന്നാൽ ആ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് അവിടെ ഇസ്രയേലിൽ പല വിധവമാരുണ്ടായിരുന്നതായി, എത്രയോ വിധവമാരുണ്ടായിരുന്നു. എന്നാൽ അവിടെ സരപ്തയിൽ, ഇസ്രയേലിലെ വിധവയല്ല, സരപ്തയിലെ വിധവയ്ക്ക് മാത്രമാണ് ഏലിയാവിൽ നിന്ന് എന്ത് അനുഭവിക്കാനായിട്ട് സാധിച്ചത്? നന്മ അനുഭവിക്കാനായിട്ട് സാധിച്ചത്. ഏലിയാവിലൂടെയാണ് നന്മ വരുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് അവൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഏലിയാവാണ് സാക്ഷാൽ ദൈവത്തിന്റെ പ്രവാചകനെന്നും ആ പ്രവാചകനിലൂടെയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദൈവം നന്മ ചെയ്യുകയുള്ളൂ എന്നുള്ള നന്മ അവൾ തിരിച്ചറിയുവാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. എന്നാൽ ഈ കർത്താവ് ഈ കാര്യം പറയുന്നതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ ശുശ്രൂഷ നമുക്കറിയാം, ഏകദേശം 3.5 വർഷമാണ് കർത്താവ് ശുശ്രൂഷ കാലഘട്ടം. നമുക്കറിയാം, കർത്താവ് ലോകത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, യോഹന്നാൻ തൻ്റെ ദൂതനെ അവന് മുൻപായിട്ട് അയച്ചിട്ട് കർത്താവിലേക്ക് എല്ലാവരെയും നോക്കിപ്പിക്കുക എന്നതായിരുന്നു. അഥവാ നമുക്കറിയാം, ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നീട് യേശുക്രിസ്തു, അഥവാ യേശുക്രിസ്തുവിൽ പുതിയ സുവിശേഷം അല്ലെങ്കിൽ പുതിയ നിയമം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാവരുടെയും പാപം, എല്ലാവരും പാപികളാണ്, സ്വപ്രവൃത്തി കൊണ്ട് ആർക്കും ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ കഴിയുകയില്ല എന്നുള്ള വസ്തുത യോഹന്നാനിലൂടെ ബോധ്യമാക്കുകയും, അതാ എല്ലാവരും പാപസംബന്ധമായി മരിച്ചവരാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അവരെ വിളിക്കുന്നത് സർപ്പസന്തതികളെ എന്നാണ് വിളിക്കുന്നത്. വരുവാനുള്ള കോപം, അഥവാ നാം എല്ലാവരും സർപ്പസന്തതികളാണെന്നും തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ മാത്രമാണ് ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള മഹത്തമായ ആ സുവിശേഷത്തിലേക്ക്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് എല്ലാവരുടെയും ഹൃദയങ്ങളെ തിരിക്കുക എന്ന ഒരു ദൂതനായിട്ടാണ് യോഹന്നാൻ ലോകത്തിൽ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആ കാലം അവിടെ കൊണ്ട് തീരുകയാണ്. നമുക്കറിയാം, ന്യായപ്രമാണം എങ്ങനെയാ പറയുന്നത്? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. എന്നാൽ ആർക്കും തന്നെ അത് ചെയ്യാനും പറ്റില്ല, ജീവിക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ താൻ അല്ലെങ്കിൽ പിശാചിന്റെ അല്ലെങ്കിൽ പാപസംബന്ധമായി മരിച്ചവരാണ് എന്ന് വ്യക്തമായ ബോധ്യത്തോടുകൂടെ വേണം ക്രിസ്തുവിലേക്ക് വരാൻ. അതുകൊണ്ടാണ് നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം തന്നെ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, യോഹന്നാന്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലൊക്കെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ പോരുന്ന വിഷയം സംസാരിച്ചിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അത് അവിടെ 37-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 5-ാം അധ്യായം അതിന്റെ 37-ലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും.
തുരുത്തിയും നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്ന് വെക്കേണ്ടത്. നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ ഹൃദയത്തിലേക്ക് ഇനി വരണം, അഥവാ പുതിയ തുരുത്തിയായിട്ട് നാം മാറണം. എന്താണ് പുതിയ തുരുത്തി നമ്മളെ കാണിക്കുന്നത്? പ്രവൃത്തികളാൽ അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തികളാൽ ഇനി ഒരു കാരണവശാലും ദൈവിക നീതി കിട്ടുകയില്ല എന്നുള്ള ഒരു അറിവിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു പുതിയ ഹൃദയം എന്ന് പറയുന്നത്. ന്യായപ്രമാണം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പ്രയത്നത്താൽ അവർക്ക് നീതിമാന്മാരാകാൻ കഴിയുമെന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ അധ്വാനം യോഹന്നാന്റെ ശിഷ്യന്മാരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഫുൾ ടൈം അവർ നീതിയോടുകൂടെ ജീവിക്കാനായിട്ട് ഭയങ്കരമായ ഒരു അധ്വാനം അവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾ ഒരു കാരണവശാലും പാപഭാരം ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രവൃത്തികളാൽ ഒരു നീതി കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഇനി ഒരു പുതിയ ഹൃദയത്തിലേക്ക് നിങ്ങൾ വരണം. എന്താണ് പുതിയ ഹൃദയം? എൻ മുഖാന്തരമല്ലാതെ നീതി ലഭിക്കുകയില്ല എന്നുള്ള യേശുക്രിസ്തുവാണ് ദൈവനീതി ഞങ്ങൾക്ക് തരുന്നത്. യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ മാത്രമേ ഞങ്ങളുടെ പാപത്തിന് ഇനിയൊരു പരിഹാരം നൽകപ്പെടുകയുള്ളൂ. അഥവാ ദൈവിക പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കുക എന്നുള്ള മഹത്വത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഒരു പുതിയ ഹൃദയം നമുക്കുണ്ടാകുക. അതിലേക്കാണ് പുതിയ ആത്മാവിനെ ആര് പകരുന്നത്? ദൈവം പകരുന്നത്. അപ്പൊ പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുകയാണ്. പഴയ തുരുത്തി എന്താ പറയുന്നത്? പ്രവൃത്തികളാലാണ് നീതി കിട്ടുന്നതെന്ന് പറയുന്ന ഒരു ഹൃദയത്തിലേക്ക് എത്ര ആത്മാവിനെ പകർന്നാലും പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല. എന്ന് വെച്ചാൽ അവൻ എന്തല്ല വിശ്വസിക്കും, ദൈവശക്തിയിലല്ല അവൻ ആശ്രയിക്കുന്നത്, മറിച്ച് സ്വന്തം ശക്തിയിലാണ്. നമുക്കറിയാം, യൗവന കാലത്തൊക്കെ നമ്മുടെ മക്കളോട് പറയാം, മോനെ അതിലെ പോണ്ടെന്ന് പറഞ്ഞാൽ അവർ ഒരു കാരണവശാലും പോകാതിരിക്കില്ല. അവർ ആ ശക്തിയുള്ള കാലഘട്ടത്തോളം മാക്സിമം അവരെന്ത് ചെയ്യും? ഓടും. എന്നാൽ ഒരു 40 കഴിയുമ്പോഴത്തേക്ക് അവരോട് പറയാ പോണ്ടെന്ന് പറഞ്ഞാലോ അവരത് മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ അവർ ആ പ്രായത്തിലേക്ക് എത്തുമ്പോൾ അത് അവർ മനസ്സിലാക്കുക. ഓടുന്നത് കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ള അറിവിലേക്ക് അവരെത്തിക്കഴിയുമ്പോൾ ഒരു പുതിയ ഹൃദയമുള്ളവരായി മാറുകയാണ്. പ്രത്യേകിച്ച് ജോത്സ്യത്തിനെ പോലുള്ള ആളുകളൊക്കെ ഇപ്പം വടിയും കൂടെ ആശ്രയമായിട്ട് എന്ത് ചെയ്യും? എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ഒരു അറിവിലേക്ക് അവർ എത്തുകയാണ്. എനിക്കിനി ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ, ഒരു കയറ്റം കയറണമെങ്കിൽ ഒരാളുടെ സഹായം ആവശ്യമാണെന്നുള്ളതായ ഒരാശയത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഹൃദയം ഒരു പുതിയ ഹൃദയമായി മാറുക. എന്താണ്? എനിക്കൊരു ആശ്രയമില്ലാതെ നീതി ലഭിക്കുകയില്ല. ആ പുതിയ തുരുത്തിയായിട്ട് നാം മാറുമ്പോൾ അതിലേക്ക് കർത്താവ് എന്ത് പകരുകയാണ്? പുതിയ ആത്മാവിനെ നമുക്ക് പകർന്നു നൽകുകയാണ്. അതാണ് പുതിയ ഹൃദയവും പുതിയ ആത്മാവ്. അതാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നകന്നു പോകുവാൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാനായിട്ട് പറയുക. എന്തായിരുന്നു അങ്ങനെയാണ് ഈ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം? തങ്ങൾ പാപികളാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് വാ. അപ്പൊ പാപികളാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിലേക്ക് വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രിസ്തുവിൽ എന്തുണ്ട്? ദൈവനീതി ലഭിക്കും. ദൈവം അയച്ച പുത്രൻ എന്ന ആ ദൈവ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നതെന്നുള്ളതായിരിക്കുന്ന ആ മഹത്തായ ആശ്രയബോധത്തിലേക്ക് അവർ വരികയാണ്. എന്നാൽ കർത്താവ് ഇത് പറയുന്നതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അത് കർത്താവ് പറയുന്നേ, യേശു കർത്താവാണ് വാസ്തവത്തിൽ ദൈവരാജ്യം. അഥവാ ദൈവത്തിന്റെ രാജ്യം വസിക്കുന്നത് ആരിലാണ്? യേശുക്രിസ്തുവിലാണ്. ആ യേശുക്രിസ്തുവിലേക്ക് വന്ന് അതുകൊണ്ടാണ് നമുക്കറിയാം, പാപികളും ചുങ്കക്കാരുമായ ആളുകളെല്ലാം യേശുക്രിസ്തു ആരാണെന്നുള്ളതായിരിക്കുന്ന അറിവ് കിട്ടിയതോടുകൂടെ അവരെല്ലാവരും ചുറ്റും വന്നുകൂടിയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ യോഹന്നാൻ എന്താ വിളിച്ചു പറഞ്ഞേ? മാനസാന്തരം, അഥവാ പാപിയാണെന്ന് പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചുള്ള ന്യായപ്രമാണം അനുസരിക്കുന്ന യോഹന്നാന്റെ ശിഷ്യന്മാർക്കൊക്കെ പാപിയാണെന്ന് പറയുമ്പോൾ അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. എന്നാൽ വേശ്യമാർക്കും ചുങ്കക്കാർക്കും പാപികൾക്കും ഒക്കെ വേഗം ബോധം ഉണ്ടായി അവരാരാണെന്ന്. പാപികളാണ്. നമ്മുടെ ബ്രദറുകാരും മക്കളോടൊക്കെ പാപിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് വേഗം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം ചെറുപ്പം മുതലേ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ദൈവഭവനത്തിലൊക്കെ വളർന്നു വന്നതായിരിക്കുന്ന ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വീടി വലിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, ഞങ്ങൾ യാതൊരു വിധമായ വലിയ തെറ്റുകളൊന്നും ഞങ്ങൾ ചെയ്യുന്നവരല്ല. എന്നാൽ ഈ ചുങ്കക്കാരും വേശ്യമാരൊക്കെ ആണെങ്കിലോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാ, അവരാരാ?
പാപികൾ. അവർക്ക് പ്രത്യേകിച്ച് നമുക്ക് ബോധം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ലോകം തന്നെ അവർക്ക് എന്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്? പാപികളാണെന്നുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു പാപമോചകനാണെന്ന് അറിഞ്ഞ ഉടനെ അവർ ഓടി ആരിലേക്ക് വന്നു? യേശുക്രിസ്തുവിലേക്ക് വന്നു. ദൈവം അവർക്ക് നീതി കൊടുക്കുന്നു എന്നുള്ളതായിരിക്കുന്ന അറിവ് കിട്ടിയതോടുകൂടി അവർ ഓടി ക്രിസ്തുവിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് കർത്താവിന്റെ അടുക്കൽ വന്ന് വാസ്തവത്തിൽ അവര് ഉത്സവം പോലെ കർത്താവിൽ കൊണ്ടാടുകയായിരുന്നു. കാരണം അവരുടെ പാപത്തിന് മോചനം കിട്ടിയെന്നുള്ള വലിയൊരു അറിവിലേക്ക് അവരെത്തുകയായിരുന്നു. നമുക്കറിയാം, ഒരു പാവനിയായിരിക്കുന്ന സ്ത്രീ, അവളുടെ കയ്യില് വെങ്കൽ ഭരണി, ആ ഭരണിയില് 300 വെള്ളിക്കാശിനുള്ളതായിരിക്കുന്ന ആ തൈലവുമായിട്ട് അവള് വരികയാണ്. അവള് വന്നിട്ട് എന്താ ചെയ്തേ? അവള് വന്നു, അവളൊരു പരീശന്റെ വീട്ടിലേക്കാണ് വന്നത്. അവിടെ വന്നിട്ട് അവള് ചെയ്തത്, അവള് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ് ആ കാൽ നനച്ചതിന്റെ പിന്നിലെ കാരണം? അവൾക്ക് മനസ്സിലായി ദൈവരാജ്യം ആരിലാണ് ഇരിക്കുന്നത്? യേശുക്രിസ്തുവിലാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഷോക്ക് അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ തൊട്ടാൽ ഉടനെ ആ വ്യക്തിയിലേക്ക് എന്ത് കയറും? ഷോക്ക് കയറുന്നത് പോലെ ദൈവരാജ്യം ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, അനേകർ എന്നെ, പത്രോസ് പറയുന്നുണ്ട്, നിന്നെ ഒത്തിരി പേര് തിക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ തൊട്ടത് ആരാണെന്ന് എന്താ ചോദിക്കുന്നത്? അപ്പൊ ഒത്തിരി പേര് കർത്താവിനെ തിക്കുന്നുണ്ട്, പക്ഷെ തൊട്ടത് ആരാണെന്ന് കർത്താവ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ അർത്ഥം എന്താ? തൊട്ട ഉടനെ ശക്തി പുറപ്പെട്ടു. ആ ശക്തി കർത്താവിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി തൊട്ടത് ആര് മാത്രമേ ഉള്ളൂ? ആര് മാത്ര? 12 വർഷമായിട്ട് രക്തസ്രാവം ഉള്ളതായിരിക്കുന്ന ആ സ്ത്രീ മാത്രമാ തൊട്ടെ. അതിനൊരു കാരണമുണ്ട്. അവൾ ഉണ്ടായിരുന്ന കാശ് മുഴുവൻ കൊണ്ട് ഡോക്ടർമാർക്ക് കൊടുത്തിട്ടും ഒരു പരിഹാരം ഉണ്ടായില്ല എന്ന ഒരു ഹൃദയത്തിലേക്ക് ആരെത്തി? എന്റെ കാശ് മേടിക്കല്ലാതെ പ്രത്യേകിച്ച് ഒരു സൗഖ്യവും അവർക്ക് തരാൻ കഴിയില്ല എന്ന അറിവിലേക്ക് എത്തിയപ്പോൾ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി ക്രിസ്തുവിനെ തൊട്ടാ എന്ത് കിട്ടും? ആ തിക്കിന്റെ ഇടയ്ക്ക് വന്നു, അവൾ ആ തൊങ്ങലിന്മേൽ തൊട്ടു. തൊട്ട ഉടനെ ശക്തി ആരിലേക്ക് പുറപ്പെട്ടു? ശക്തി ഈ സ്ത്രീയിലേക്ക് പുറപ്പെട്ടു. അവളുടെ ബാധ മാറി, അവൾ സ്വസ്ഥയായി. നമ്മളവിടെ വായിക്കുന്നത്, സമാധാനത്തോടെ നീ വീട്ടിലേക്ക് പൊക്കോ എന്ന് കേട്ടാണ്. ഞാൻ പറഞ്ഞ യേശുക്രിസ്തുവിൽ സമ്പൂർണമായ, യേശുക്രിസ്തുവിൽ എല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കി തൊടുന്ന ഒരു വ്യക്തിക്ക് മാത്രം, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ 3.5 വർഷം നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ആകാശം അടഞ്ഞു കിടക്കുക. പക്ഷെ സരപ്തയിലെ വിധവയ്ക്ക് വല്ല കുറവുണ്ടായിരുന്നു? ഒരു കുറവുമില്ല. ബാക്കിയുള്ളവരൊക്കെയോ ഫുൾ പരാതിയാണ്. അപ്പൊ കർത്താവ്, നമ്മുടെ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. പക്ഷെ ദൈവരാജ്യം ആസ്വദിക്കാൻ ആർക്ക് മാത്രമേ പറ്റൂ? വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യം ആസ്വദിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാത്തതെന്നും സ്വസ്ഥതക്കേടായിരിക്കും. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും ഒരു തൃപ്തിയില്ലായ്മ നമ്മുടെ മുഖത്ത് എപ്പോഴും കാണാനായിട്ട് സാധിക്കും. മറ്റവരോ എപ്പോഴും തൃപ്തിയായിരിക്കും. അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ, അവരുടെ ജീവിതം കണ്ടാൽ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം എന്താ? അവർക്കെല്ലാം വിശ്വാസത്തിലൂടെ എന്ത് ചെയ്യും? ലഭിക്കും. നമുക്കറിയാം, സരപ്തയിലെ വിധവ, അവളുടെ കലത്തിലെ മാവ് എന്ത് ചെയ്തില്ല? നമ്മൾ വായിക്കുന്നു. 3.5 വർഷം ആകാശം അടഞ്ഞാ കിടക്കുന്നു. ഒരാൾക്കും ഒരു നന്മയും കിട്ടുന്നില്ല. പക്ഷെ നന്മ മുഴുവൻ ദൈവം നിക്ഷിപ്തമാക്കി വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഏലിയാവെന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ ഏലിയാവിനെ അവൾ വിശ്വസിച്ചു. നിന്റെ ദൈവമായ യഹോവയാണ് എന്റെ കലത്തിൽ ഒരു പിടി മാവല്ലാതെ വേറെ ഒന്നുമില്ല, ഒരു തരി മാവല്ലാതെ ഒന്നുമില്ല എന്നവള് ഹൃദയംഗമായ അവളുടെ പാപത്തെ, അവളുടെ കുറ്റത്തെ, അവളുടെ ഇല്ലായ്മയെ അവൾ സമ്മതിച്ചപ്പോൾ ദൈവം അവളുടെ കലത്തിലെ മാവ് എന്ത് ചെയ്യാൻ തുടങ്ങി? നിറയ്ക്കുവാനായിട്ട് തുടങ്ങി. നോക്കിയേ, ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ സമ്മതിക്കുന്നത്. നമുക്കറിയാം, ആ വെങ്കൽ ഭരണിയുമായിട്ട് വരുന്ന സ്ത്രീ അതാ കാണിക്കുന്നു. അവൾ കണ്ണുനീർ കൊണ്ട് അവളുടെ ജീവിതത്തിൽ അവളുടെ പാപം സംബന്ധമായ വലിയ ഓർമ്മ അവളെ ഭരിച്ചിട്ടാണ് അവൾ ദൈവസന്നിധിയിലേക്ക് കടന്നു. അവൾക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ കണ്ണുനീർ തോരുന്നതോടുകൂടെ എൻ്റെ പാപം സമ്പൂർണ്ണമായി ഇളച്ചു കിട്ടും അവിടുന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. നമുക്കറിയാം, അല്ലെങ്കിൽ പെർഫ്യൂമുമായിട്ട് വരാൻ പറ്റുമോ? പാപം ഇളച്ചു കിട്ടും, യേശുക്രിസ്തുവിൽ എനിക്ക് പാപമോചനമുണ്ട് എന്ന ഉറപ്പോടുകൂടിയാണ് അവൾ ആരുടെ അടുക്കൽ വരുന്നത്? യേശു കർത്താവിന്റെ അടുക്കൽ. നമുക്കവിടെ കാണാൻ സാധിക്കും, കണ്ണുനീർ കൊണ്ട് അവിടെ പരീശനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഞാൻ ഓർക്കുക, ഒരു കാല് മുഴുവൻ നനയ്ക്കാൻ ആവശ്യമായ കണ്ണുനീർ ആരുടെ പക്കലുണ്ടായിരുന്നു? ആ സ്ത്രീയുടെ പക്കൽ ഉണ്ടായിരുന്നു. കണ്ണുനീർ കൊണ്ട് കാല് നനഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ അവളുടെ തലമുടി കൊണ്ട് എന്ത് ചെയ്യാനിടയായി? തുവർത്തുവാനായിട്ടിടയായി. ഞാൻ പറയട്ടെ,
ദൈവസന്നിധിയിൽ നമുക്കിന്ന് കണ്ണുനീര് വരുമോ? നമ്മുടെ ഹൃദയമൊക്കെ കല്ലായിപ്പോയി. നമുക്ക് ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് എന്തില്ല, വചനം കേൾക്കാനോ വചനത്തിനൊട്ടും മീച്ചമില്ല. കറക്റ്റ് 8 മണി കഴിഞ്ഞാൽ ഇവിടെ ബൈബിൾ അടയ്ക്കുന്ന എത്രയോ പേരെ പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് ശരിക്കും അറിയാം. ബൈബിൾ അടയ്ക്കുന്ന ആളുകൾ അത് ക്ലിയർ ആയിട്ട് അറിയാം. ബൈബിൾ അടയ്ക്കുന്ന ആളുകളെ അശ്രദ്ധമായിട്ട് വചനം കേൾക്കാനിരിക്കുന്ന ആളുകളെ ഒക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ആരോട് തുറന്നു പറയാറില്ല. പക്ഷെ കൃത്യമായി നമുക്ക് എന്തറിയാം, ആരൊക്കെയാണ് ദൈവവചനം ശ്രദ്ധിക്കുന്നത്, ആരൊക്കെയാണ് ദൈവവചനത്തിന് ബഹുമാനം കൊടുക്കുന്നത്, എത്ര പേര് ഇഷ്ടത്തോടെ അത് കേട്ടിരിക്കാറുണ്ട്. മുഖഭാവത്തിൽ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ ഹൃദയം മുഴുവൻ വേറെ വഴിക്കാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. വചനം ശുശ്രൂഷിക്കുന്നവർക്ക് അത് ശരിക്കും അറിയാം. നമുക്ക് ദൈവദാസന്മാരോടൊന്ന് ചോദിച്ചാൽ മതി, അവർ പറയും ആരൊക്കെയാണ് ഈ വചനം കേൾക്കാൻ താല്പര്യമുള്ളത്. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഓരോരുത്തരുടെയും മുഖഭാവം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞേ, നമ്മൾ കർത്താവിന് എത്രമാത്രം വില കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കർത്താവാണ് എല്ലാം. അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രന്റെ തേജസ്സായി കണ്ടു എന്ന് പറയുന്നത്. ബാക്കി ആരിലും എന്തില്ല? തേജസ് ഇല്ല. അവനെ തൊടുന്നവർക്ക് മാത്രമേ സൗഖ്യമുള്ളൂ. അവനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ജീവനുള്ളൂ. അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവരുടെ ആവശ്യങ്ങൾ നടക്കുകയുള്ളൂ. ഞാൻ പറയട്ടെ, എന്തിനാണ് ഇവിടെ 3.5 ആണ്ടും ആകാശം അടച്ചതായിട്ട് എന്തിനാ കാണിക്കുന്നത്? നമ്മുടെ കഴിവുകളാൽ ആ നീതി കിട്ടുകയില്ല എന്ന് ദൈവം എന്ത് ചെയ്യുക? ഉറപ്പിക്കുക. നമ്മുടെ സ്വന്തമായ കഴിവിനാൽ ഒന്നും നമുക്ക്, പ്രത്യേകിച്ച് യൗവനക്കാരെ സംബന്ധിച്ചിടത്തോളം, അവർ ഓടി സമ്പത്തൊക്കെ ഉണ്ടാക്കാനുള്ളതായിരിക്കുന്ന ആ ഓട്ടം, അവര് എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കാനുള്ളൊരു ഓട്ടം ഓടും. എന്നാൽ അവിടെ ദൈവം നമ്മൾ വളരെ വിനയത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, അവിടെ ദൈവം നമ്മളെ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. അവൻ ആദ്യം നമുക്ക് ഇടർച്ചക്കല്ലായി മാറും. ദൈവത്തിന്റെ വചനം പറയുന്നതാണ്, അവൻ നമുക്ക് ആദ്യം എന്താവും മാറും? ഇടർച്ചക്കല്ലാവും. തട്ടി വീഴ്ത്തി നോക്കും. യൗവന പ്രായത്തിൽ നമ്മളെ സ്വന്തം ബുദ്ധിക്കനുസരിച്ചും സ്വന്തം വിവേകത്തിനനുസരിച്ചും ഓടുമ്പോൾ അവൻ ഇടർച്ചക്കല്ലായി നിന്ന് നമ്മളെ തട്ടി വീഴ്ത്തും. എന്തിനാ തട്ടി വീഴ്ത്തുന്നേ? തട്ടി വീഴുമ്പോഴെങ്കിലും ആരിലേക്ക് തിരിയണം? ക്രിസ്തുവിലേക്ക് തിരിയണം. ഒരു വട്ടം തട്ടി വീഴ്ത്തുമ്പോഴും മനസ്സിലായില്ലെങ്കിൽ പിന്നെയും ഇടർച്ചക്കല്ലായി നിൽക്കും. അങ്ങനെ അനവധി പ്രാവശ്യം ഇടർച്ചക്കല്ലായി നിൽക്കുമ്പോൾ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി 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 വീഴുമ്പോഴെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് ആര് നോക്കും? ദൈവം നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം അവൻ തടങ്ങൽപ്പാറയായിട്ട് നിൽക്കും. എന്താ തടങ്ങൽപ്പാറ എന്ന് പറഞ്ഞാൽ? ഇനി ഒരു അല്പം പോലും ഫ്രണ്ടിലേക്ക് നീങ്ങാൻ പറ്റാത്ത നിലയിൽ ഒരു പാറയായിട്ട് നമ്മുടെ മുൻപിൽ. എന്തിനാ കർത്താവ് ഇങ്ങനെ നിൽക്കുന്നേ? ഈ ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും ഒക്കെ ആയിട്ട് മാറുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ആ ക്രിസ്തു നമ്മുടെ മൂലക്കല്ലായിട്ട് നാം തിരിച്ചറിയണം. എന്തിനാണ്? ജോസഫ് ആദ്യം തൻ്റെ കുടുംബത്തിന് ഒരു ഇടർച്ചക്കല്ലായിരുന്നു, അല്ലേ? ജോസഫ് അവർക്കൊരു ഇടർച്ചക്കല്ലായിരുന്നു. ജോസഫിനെ അവർക്കൊരു പ്രശ്നമായിരുന്നു. ജോസഫിനെ ലാസ്റ്റ് അവർ വിറ്റ് കളഞ്ഞു. പക്ഷെ ആ ജോസഫിന്റെ അടുക്കലേക്ക് തന്നെ ദൈവം ആരെ വിളിച്ചു വരുത്തുക? ലോകത്ത് മുഴുവൻ ക്ഷാമം ഉണ്ടാക്കി എന്നുള്ളതാണ് അതിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവം ഈ മനുഷ്യനെ അംഗീകരിക്കാൻ വേണ്ടി ഈ കുടുംബം ആദ്യം, പക്ഷേ ഈ കുടുംബം തള്ളുന്നതിനും ദൈവത്തിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്താ തല്ലുന്നേ? തള്ളുന്നേ ഇവിടുന്ന് തള്ളിയിട്ട് വേണം എല്ലാവരുടെയും മൂലക്കല്ലാക്കി ആരെ മാറ്റാൻ? ജോസഫിനെ മാറ്റാൻ. സ്വന്തമായവര് തള്ളുന്നതോടുകൂടി എന്റെയും ചേച്ചിയുടെയും ഒക്കെ മൂലക്കല്ലായിട്ട് ആരും മാറി? ക്രിസ്തു മാറുക. ഓ, എന്തൊരു മഹത്വമാണ്! സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല, അവനെ പുറത്തോട്ട് തള്ളിയ ഉടനെ ആ കല്ല് നമ്മുടെ എല്ലാവരുടെയും മൂലക്കല്ലായി മാറുകയാണ്. അത് ദൈവത്തിന്റെ ഒരു മഹത്വമായിരുന്നു. ജോസഫിനെ നമ്മളവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജോസഫ് പിന്നീട് ഫറവോന്റെ രണ്ടാമനായി മാറിയെന്ന് മാത്രമല്ല, ലോകത്ത് മുഴുവൻ ക്ഷാമം ഉണ്ടാക്കി. ആരെ അംഗീകരിക്കണം? ഈ ജനം മുഴുവൻ തള്ളി ആ കല്ലിനെ എന്തായിട്ട് അംഗീകരിക്കണം? ഞങ്ങൾ തള്ളിക്കളഞ്ഞ ആ കല്ല് മൂലക്കല്ലാണെന്ന് ആര് പറയണം? സ്വന്തം കുടുംബക്കാർ മാത്രം പറഞ്ഞാൽ പോലെ. സ്വന്തം കുടുംബക്കാർ പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്, കാരണം തള്ളിയതാണല്ലോ. മറ്റവർക്ക് പിന്നെ ആ പ്രശ്നമില്ല. മറ്റവരെല്ലാവരും ആരിലേക്ക് വന്നു? ജോസഫ്. എന്നാൽ സ്വന്തം കുടുംബക്കാർക്ക് ഭയങ്കര. അവിടെ നമ്മൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും. സ്വന്തം കുടുംബക്കാർ വന്ന ഉടനെ തന്നെ ആരും വെളിപ്പെടുത്തിയില്ല. ജോസഫ് വെളിപ്പെടുത്തിയില്ല. ശ്രദ്ധിച്ചോ? വെളിപ്പെടുത്തൂല. എന്താ വെളിപ്പെടുത്താഞ്ഞേ? അവരുടെ പാപബോധം അവരിൽ ഉണ്ടായിട്ടേ ജോസഫ് തന്നെ അവർക്ക് എന്ത് ചെയ്തുള്ളൂ? വെളിപ്പെടുത്തിയുള്ളൂ. നമുക്കറിയാം, അവരെ ജയിലിലാക്കി. ആ ജയിലിലാക്കിയ ശേഷം അവർ വെളിച്ചത്തേക്ക് പുറത്തേക്ക് വന്ന ഉടനെ അവരെന്താ പറഞ്ഞതറിയോ? നമ്മൾ നമ്മുടെ സഹോദരനോട് ചെയ്തതിൻ്റെയാണ്. അത് കേട്ട ഉടനെ ജോസഫ് ആരെ തന്നെ വെളിപ്പെടുത്തി അവർക്ക്. അപ്പൊ ജോസഫിന്റെ ആവശ്യം എന്തായിരുന്നു? അതുവരെയും ദ്വിഭാഷയിലാണ് താൻ സംസാരിച്ചത്. ഒരു മിസ്രൈമിനെ പോലെ നിന്ന് തന്റെ സഹോദരന്മാരോട് സംസാരിക്കുക. ഈ നിൽക്കുന്ന സഹോദരന്മാരെല്ലാം തന്റെ സ്വന്തം അപ്പന്റെ മക്കളാണെന്ന്
അവന് അറിയാമായിരുന്നു. പക്ഷെ താൻ അതുവരെയും ദ്വിഭാഷയിൽ സംസാരിച്ചു. എന്തിന് സംസാരിച്ചു? അവർക്ക് പാപബോധമുള്ള ഒരു ഹൃദയം ഉണ്ടായാൽ മാത്രമേ ഇനി ആരെ അംഗീകരിക്കാൻ പറ്റുള്ളൂ? ഈ ജോസഫിനെ അവർക്ക് അംഗീകരിക്കാനായിട്ട്. അപ്പൊ വാസ്തവത്തിൽ പാപബോധമുള്ള ഒരു ഹൃദയമില്ലാത്തവർക്ക് ഒരിക്കലും ക്രിസ്തുവിൽ ഒരു ഇടം കണ്ടെത്തുവാൻ കഴിയുകയില്ല. സ്വന്തം ശ്രമം കൊണ്ട് അധ്വാനവും വലിയ ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം അധ്വാനം. ഒരു നേരെ അവർക്ക് ഇറങ്ങി ഒന്ന് ദൈവസന്നിധി പോകാൻ പോലും അവർക്ക് എന്തില്ല, സമയമില്ല. അവിടെയാണ് ഇടച്ചക്കല്ല് ആരിടുക. നീ അധ്വാനിക്കുന്നത് മുഴുവൻ നിന്റേത് ഞാൻ എന്ത് ചെയ്യും? കളയും, ഇടച്ചക്കല്ലിടും. പിന്നെ ലാസ്റ്റ് തടങ്ങൽ പറയാവും. ഇത്രയും കാലം അധ്വാനിച്ചത് മുഴുവൻ വെള്ളത്തിൽ പോകുന്നതോടുകൂടിയാണ് പിന്നെ ആരിലേക്ക് ആശ്രയാവുക? നമുക്കറിയാം എത്രയോ ഭവനങ്ങളാണ് ഒരൊറ്റയടിക്ക് ഉരുള് പൊട്ടി വെള്ളം വന്നിട്ട് അന്ന് വരെ ചിലപ്പോൾ അവർ ദൈവസന്നിധി പോകാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. കർത്താവിന്റെ സന്നിധി പോയി 8 മണി വരെ ഇരുന്നാൽ എന്നാ കിട്ടാനാ അല്ലേ? ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് അവരെന്തിനു പോയി? ഉള്ള സമയം കഷ്ടപ്പെടാൻ പോയി. അവർക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ സമയമില്ല. ഒരു ബൈബിൾ ക്ലാസ് ഉണ്ടെങ്കിൽ അതിന് വരാൻ സമയമില്ല. ഒന്നിനും അവർക്ക് സമയമില്ല. പിന്നെ ആരാ വരികയെന്നറിയോ? സമയമുള്ളവർ ആരാന്നറിയോ? പ്രായമുള്ളവർ. അവർ പിന്നെ പണിയൊക്കെ നിർത്തിയല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ. പിന്നെ ഫ്രീ ആയിട്ടുള്ള സമയം കുറച്ചു നേരം 4 ആളെ കാണുകയും ചെയ്യാം. മരണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. അല്ലാതെ വേറൊന്നിനും വരുന്നതല്ല. ഇതാണ് ഇന്നത്തെ ലോകം. അതുകൊണ്ട് പ്രായമുള്ളവരുടെ മാത്രം ഒരു സഭയായിട്ട് ഏത് മാറിക്കൊണ്ടിരിക്കുക? ബ്രദറൻ സമൂഹമുള്ള അടക്കം നമ്മുടെ സമൂഹം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. വലിയ വലിയ സഭകളിലൊക്കെ ഇന്ന് പ്രായമുള്ളവർ മാത്രം കൂടുന്ന ഒരു വേദിയായിട്ട് എന്ത് മാറിക്കഴിഞ്ഞു? സഭകൾ മാറിക്കഴിഞ്ഞു. എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിലേക്ക് തിരിയാത്തെ? കർത്താവിലേക്ക് തിരിയാൻ അവർക്കൊരു മാതൃക നാം വെച്ചു പോകണം. യേശുക്രിസ്തുവാണ് എല്ലാം എന്നവരെ പറഞ്ഞു പഠിപ്പിക്കണം. എൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരുവാൻ, എൻ്റെ കലത്തിലെ മാവ് തീരാതെ സൂക്ഷിപ്പാൻ, ഒരു മനുഷ്യന്റെയും മുമ്പിൽ പോയി കൈനീട്ടാതെ ജീവിക്കാൻ, സ്വർഗം എന്നെ ശക്തീകരിക്കും എന്നുള്ള വിശ്വാസം വേണം പഠിപ്പിച്ചു കൊടുക്കാൻ. മറ്റേത് അതല്ലല്ലോ പഠിപ്പിക്കുന്നത്. ഓടറാ, പറ്റാവുന്നിടത്തോട്ട് ഓടി എന്തോ പിടിച്ചോ പണം ഉണ്ടാക്കിക്കോ. പക്ഷെ കർത്താവ് പണം ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞതിലുള്ള ആ വലിയ സത്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. എടാ, നിന്റെ ആശ്രയം അതിനായി പോകും. ഞാൻ ഒരു ദിവസം അത് ഇളക്കുമ്പോൾ നീ എന്നിൽ ആശ്രയമില്ലാത്തവനാണെങ്കിൽ നീ പെട്ടുപോകും. അതുകൊണ്ടാണ് നിന്നോട് എന്തിന് പുറകെ പോകലെന്ന് പറഞ്ഞേ. നിന്റെ യൗവനകാലത്ത് ആരെ അന്വേഷിക്കാൻ പറഞ്ഞേ? സൃഷ്ടാവെങ്കിലേക്ക് തിരിമോനെ എന്ന് പറയുമ്പോ എന്ത് ചെയ്യൂല? തിരിയൂല. വചനം കേൾക്കാൻ നമുക്ക് സമയമില്ല, വചനം വായിക്കാൻ നമുക്ക് സമയമില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, എത്ര വട്ടം വായിച്ചു കഴിഞ്ഞിട്ടാണെന്നറിയോ ഇതിനകത്ത് അല്പം വെട്ടമെങ്കിലും കിട്ടി തുടങ്ങിയേ. വളരെ വിനയത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇതിന്റെ മുമ്പിൽ ഇഷ്ടത്തോടെ ഇരിക്കാത്ത ഒരു മനുഷ്യന് ഇതിന്റെ മേൽ സന്തോഷം കണ്ടെത്താൻ പറ്റൂല. സത്യമാണ്. ഇതിന്റെ മുമ്പിൽ ഇരുന്ന് വായിക്കാൻ മനസ്സ് വെച്ചാൽ മാത്രമേ. നമ്മൾ പലപ്പോഴും ദൈവദാസന്മാർക്ക് എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടോ? അവർ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വന്ന് വിളമ്പും. അവർക്ക് ഒരു വിലയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഞങ്ങളത് ഡിസ്കസ് ചെയ്യാനിടയായി. ഒരൊറ്റ ദൈവദാസൻ ഈ നാളുകളിൽ എഴുന്നേൽക്കുന്നുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരൊറ്റ സുവിശേഷകനില്ല. നമുക്ക് ഒരൊറ്റ സുവിശേഷകനില്ല. സുവിശേഷകന്മാര് തീരാൻ പോവുക. എവിടെയുണ്ട് സുവിശേഷകന്മാര്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ റൈറ്റ് ആണോ? ഒരൊറ്റ സുവിശേഷകന്മാരിനി ഇല്ല. എത്ര കുഞ്ഞുങ്ങളുണ്ട് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയവര്? ഒരു കാലത്ത് സുവിശേഷകന്മാരുടെ എണ്ണം ആവശ്യം പോലെ ഉണ്ടായിരുന്നു. നമുക്ക് അവരെ വിലയില്ല. കാരണം പണത്തിന്റെ പുറകെ ഓടിയിട്ട് പണമാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന നമുക്ക് സുവിശേഷകന്മാരെന്താ അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന് എന്തോ പറ്റാൻ വരുന്നവരാ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. സുവിശേഷകന്മാര് കയറി വരുന്നത് കണ്ടാൽ തന്നെ വളരെ ബഹുമാനപൂർവ്വം അവരെ കാണുമായിരുന്നു. അതിനൊരു കാര്യമുണ്ട്. ദൈവത്തെ പോലെയാണ് അവരെ എന്ത് ചെയ്തിരുന്നത്? കണ്ടിരുന്നത്. ഇന്ന് നമുക്ക് ദൈവം പണമാണല്ലോ. പിന്നെ ഇവരുടെ ആവശ്യം എന്താ? ഇവര് കയറി വന്ന എന്തിനു വരിക? എന്റെ അംശത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി വന്ന കട്ടുറുമ്പുകളായിട്ട് ആരെ കാണുക? ദൈവദാസന്മാരെ കാണുക. സത്യം പറയുമ്പോ പ്രയാസപ്പെട്ടിട്ടൊന്നും. ഇത് യാഥാർത്ഥ്യം. ഈ പ്രവാചകൻ അവിടെ ജീവിച്ചിരുന്നത്. ഇസ്രായേലിൽ അനേകം വിധവമാരുണ്ടായിരുന്നു. ആർക്കാ പ്രയോജനപ്പെട്ടത്? ഇസ്രായേലിലെ ഒരൊറ്റ വിധവമാർക്കും കലത്തിൽ ഒരു വെള്ളവും ഒരു മാവും കിട്ടിയില്ല. പിന്നെ ആർക്ക് മാത്രമാ കിട്ടിയത്? സരപ്തയിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവളൊരു ജാതീയ സ്ത്രീയായിരുന്നു. നിന്റെ ദൈവമായ യഹോവ, എന്റെ ദൈവമല്ല, നിന്റെ ദൈവമായ യഹോവ. പക്ഷെ ഞാൻ ആ ദൈവത്തെ കാണുന്നത് ജീവനായ ദൈവമായിട്ടാണ്. ആ ദൈവത്തെ അവള്
സമ്പൂർണമായിട്ടും ആശ്രയിച്ചു. അവൾ അവളുടെ കാര്യം തുറന്ന് സമ്മതിക്കുക. കണ്ണുനീർ കൊണ്ട് ആ കാല് അവൾ നനയ്ക്കുക. നനച്ചു തീർന്ന ഉടനെ അവളെ ഒരു സ്ത്രീക്ക് ഏറ്റവും വില കൊടുക്കുന്ന സാധനമാണ് തലമുടി എന്ന് പറയുന്നത്. ആ തലമുടി കൊണ്ട് അവൾ ആ കാല് എന്ത് ചെയ്യുക? തുടച്ച ശേഷം നമ്മളവിടെ കാണാൻ സാധിക്കുന്നത്, അവൾ അവിടെ ഇന്നേ കാലം വരെ, നമ്മളെന്തോ പറയും, ഇന്നേ കാലം വരെ അവൾ അധ്വാനിച്ച മുഴുവൻ മുതല ഒരു ഭരണിയിലാക്കി അവൾ കൊണ്ടുവന്നിരിക്കുന്നു. 300 വെള്ളിക്കാശിന് വിറ്റ് അതെവിടെ കൊടുക്കാറുണ്ടെന്നാ പറഞ്ഞത്? ദരിദ്രർക്ക് കൊടുക്കാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉപജീവനം മുഴുവൻ കർത്താവിനെ പോലും ഒറ്റ കൊടുത്തത് 30 വെള്ളിക്കാശിന് അല്ലേ? ഇവിടെ 300 വെള്ളിക്കാശ് പണത്തിന് അവള് പെർഫ്യൂമുമായിട്ട് ദൈവസന്നിധി വന്നിരിക്കുക. അവളുടെ പാപം വിളച്ചു കിട്ടിയവന് അവൾ കൊടുത്ത വില എത്ര വലിയതായിരുന്നു. നമുക്ക് വല്ല വിലയുണ്ടോ? പാപം വിളച്ചു കിട്ടിയവന് അതെന്താ കാരണം അറിയോ? ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ പാപം സംബന്ധിച്ച് എന്താന്ന് പോലും നമുക്ക് ബോധ്യമില്ല. നമ്മുടെ ക്രിസ്തുവിനെ അറിഞ്ഞു എന്നൊക്കെ ഇരിക്കുക. ആരാന്നറിയോ ശരിക്ക്? നമ്മളെ ആ രക്തസ്രാവക്കാരത്തെ സ്ത്രീയെ നോക്കി നോക്കിയേ. അവളുടെ ഉപജീവനം മുഴുവൻ കൊടുത്തിട്ടും അവൾക്ക് എന്ത് കിട്ടിയിട്ടില്ല? സൗഖ്യം കിട്ടിയിട്ടില്ല. ഇതാ പാപബോധം, ഇതാ പുതിയ ദുരുത്തി, ഇതാ പുതിയ ഹൃദയം. എനിക്ക് ഒരു വിധത്തിലും പാപമോചനം ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഓടും. എവിടെ വരെ ഓടും? ക്രിസ്തുവിനെ കണ്ടെത്തും വരെ ഓടും. കാരണം ക്രിസ്തുവിൽ അതുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഓർക്കണം, പാപിനിയായ സ്ത്രീയ എവിടോട്ടാ കയറി വരുന്നേ? പരീശന്റെ ഭവനത്തിലാ. വെറുതെ ഇരിക്കോ? വെറുതെ വിടുവോ? പക്ഷെ അവൾ വന്നു അവൾ ഒഴിച്ചു. അവളുടെ കണ്ണുനീർ കൊണ്ട് കാല് തുടച്ചു. എന്നിട്ട് അത്രയും, അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, ഈ വെറും ചെലവ് സ്തോത്രാഴ്ച സഞ്ചിക്കകത്ത് കൂടുതൽ പൈസ ഇട്ടാ നിനക്കൊക്കെ വെറും ചെലവ് എന്തിനാ? നമുക്ക് അത്രേ അറിയത്തുള്ളൂ. നമുക്ക് ആകപ്പാടെ അറിയാവുന്ന നമ്മുടെ പ്രൗഢി കൂട്ടാനേ അറിയത്തുള്ളൂ. പക്ഷെ അവളുടെ പ്രൗഢി മുഴുവൻ ആരായിരുന്നു? ഈ ഇരിക്കുന്ന കർത്താവ്. അവളുടെ ഉപജീവനം മുഴുവൻ ആർക്ക് കൊടുത്തെന്ന് നമ്മൾ വായിക്കുന്നത്. നമ്മളെന്തോ കർത്താവിന് കൊടുക്കാറുള്ളത്? കൊടുത്താൽ അത് 4 ആളെ അറിയുകയും ചെയ്യും. ആകപ്പാടെ 500 കൊടുക്കണ്ടാവുള്ളൂ, അത് 4 ആളെ എന്ത് ചെയ്യുകയും ചെയ്യും? അറിയിക്കുകയും ചെയ്യും. ഇതൊന്നും അല്ല ഭക്തി. ഒരു മനുഷ്യൻ അറിയാതെ കൊടുക്കാൻ കഴിയുന്നതാണ് എന്ത്? ഭക്തിയാണ്. തിരിച്ചു കിട്ടാത്തടത്ത് കൊടുത്താൽ മാത്രമേ മേലെ നിക്ഷേപം ഉണ്ടാവുള്ളൂ കേട്ടോ. തിരിച്ചു കിട്ടാത്ത ആർക്കും നമ്മൾ കൊടുക്കാറില്ല. തിരിച്ചു കിട്ടുന്നവർക്ക് എന്ത് ചെയ്യാറുള്ളൂ? കൊടുക്കാറുള്ളൂ. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക. ഇവിടെ ഈ സ്ത്രീ അവളുടെ ഉപജീവനം മുഴുവൻ നോക്കിയേ പൊട്ടിച്ചങ്ങോട്ട് കളയുക. പിന്നെ കിട്ടുമത്. ഈ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്. പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറ്റാൻ പറ്റില്ല. അവിടെ നിലത്തൊഴിച്ച് കളയുന്നതും പിന്നെ വീണ്ടെടുക്കാൻ തിരിച്ചെടുപ്പാൻ കഴിയാത്തതും. അതുപോലെ അവൾ എന്ത് ചെയ്തു? അവളുടെ വെങ്കൽ ഭരണി പൊട്ടിച്ചിട്ട് ആ 300 വെള്ളിക്കാശിൽ വിലപിടിപ്പുള്ളതായിരിക്കും ആ മഹത്വമേറിയ സാധനം അവൾ നിലത്തൊഴിച്ചു. ലോകപ്രകാരം അവർ ചോദിച്ചു, ഈ വെറും ചെലവ്? ഉടനെ കർത്താവ് പറഞ്ഞ വാക്ക എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവളെ വിട്, മതി. നിങ്ങൾ അവളെ സംബന്ധിച്ച് സംസാരിച്ചത് മതി, അവളെ വിട്. നമ്മൾ അങ്ങനെ സംസാരിക്കുന്നവരാ. വേണമെങ്കിൽ ഇങ്ങനെയും പറയും, അവന് ഭ്രാന്താന്ന് പറയും. അങ്ങനെ പറയുന്നവരാണ് നമ്മൾ പറയും. നേരിട്ട് പറയത്തില്ലെന്നേ ഉള്ളൂ, ഹൃദയത്തിൽ എന്താ പറയും? ഇതാണ് വസ്തു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവിനെ നാം എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നുള്ളത്. ആ മനസ്സിലാക്കി നമ്മളറിയാം. നോക്കിയ 3.5 വർഷവും അവിടെ അടഞ്ഞു നിൽക്കുക ആകാശം. പക്ഷേ എല്ലാ നന്മ ആരിലുണ്ടായിരുന്നു? പ്രവാചകനായ ഏലിയാവിൽ ദൈവം. അതുകൊണ്ടാണല്ലേ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കലത്തിൽ മാവാകും, ഞാൻ പറഞ്ഞ മഴ പെയ്യും, ഞാൻ പറഞ്ഞ എല്ലാം നടക്കും. അപ്പൊ ആ വ്യക്തിയിൽ ദൈവരാജ്യം ഇങ്ങനെ എന്ത് ചെയ്തായിരുന്നു? നമുക്കറിയാം, കർത്താവ് സ്നാനപ്പെട്ട് എഴുന്നേക്കുന്ന ഉടനെ, വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്ന ഉടനെ ആകാശം എന്ത് ചെയ്തു വായിക്കുന്നു? തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവനിലേക്ക് വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെല്ലു എന്ന് വെച്ചാൽ ഇവനിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇവനെ തൊടുന്നവർക്കെല്ലാം, വിശ്വസിച്ച് തൊടുന്നവർക്കെല്ലാം നന്മ അനുഭവിക്കേണ്ടത്. വാസ്തവത്തിൽ നമ്മൾ അങ്ങനെ നന്മ തേടുന്നവരാണോ? ശരിയായൊരു മൂലക്കല്ലായിട്ട് ബോധ്യമായ നിലയിൽ കർത്താവിൽ എത്രമാത്രം നമ്മൾ ആശ്രയിക്കാറുണ്ട്? പലപ്പോഴും ഞാൻ ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ സന്ദർഭം കർത്താവിൽ ആശ്രയിക്കാനായിട്ട് നിങ്ങളൊക്കെ കിട്ടും. ഒരു എക്സാം ഫെയിൽ ആകുമ്പോൾ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാനുള്ള സാധ്യത കിട്ടുക. അവിടെ പോയിട്ട് ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് എക്സാം ജയിക്കുകയല്ല വേണ്ടത്. അവിടെ താന്നിരുന്നാൽ ആ എക്സാമും ആര് നമ്മളെ പാസ്സാക്കിച്ചു തരും? ദൈവം പാസ്സാക്കിച്ചു തരും. പക്ഷെ നമ്മൾ ഏത് വഴിയാ തേടുക? വീട്ടിലൊരു ഇല്ലായ്മ വന്നാൽ
നമ്മൾ വേഗം ആരുടെയും കയ്യിൽ നിന്ന് കടം മേടിച്ചുണ്ടാക്കാൻ ശ്രമിക്കും. അതിന് പകരം നമുക്ക് തന്നൊരു അവസരമായിട്ട് കരുതിക്കുക, കർത്താവേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തം നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. എനിക്ക് കാത്തിരിപ്പാനുള്ളൊരു മനസ്സ് തരാമോ? നീ എനിക്ക് വേണ്ടി കരുതുന്നവനാണെന്ന് വിശ്വസിക്കുവാനുള്ളൊരു ധൈര്യം എനിക്ക് തരാമോ? കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യുമെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കുമോ? അങ്ങനെ സാധിച്ചായിരുന്നെങ്കിൽ ഈ ഉറവ നമുക്ക് കാണാമായിരുന്നു, വറ്റാത്ത ഉറവ. അതാണ് ശമരിയക്കാരത്തി സ്ത്രീയോട് പറഞ്ഞ, നീ എവിടെയും കോരാൻ പോകണ്ട, നിന്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ജീവജലത്തിൻ്റെ നദി എന്ത് ചെയ്യും? ഒഴുകും. ഇനി കോരാൻ വേറെ കിണറിലൊന്നും പോകണ്ട, ഇനി നിന്റെ അകത്ത് തന്നെ ജീവജലത്തിന്റെ ഉറവ എന്ത് ചെയ്യാൻ പോവാ? പൊങ്ങാനായിട്ട് പോവുക. ഇനി നിന്നിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്തോളും? കുടിച്ചോളും. നീ വേറെ കിണറ്റിലൊന്നും പോയി. വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് വന്ന നാളിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൽ നിന്ന് നദി ഒഴുകത്തക്ക നിലയിൽ ദൈവരാജ്യത്തിന്റെ ഉടമകളായി നമ്മൾ. പക്ഷെ ഈ നന്മ നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ? നമ്മളത് ആസ്വദിക്കാത്തതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിന്റെ ഒരു സുഖവും ഇല്ലാത്തവരാണ്, പരാതിയുള്ളവരാണ്. ഇന്ന് നമ്മൾ ആശ്രയിക്കുന്നതെല്ലാം ദൈവം ഇളക്കും കേട്ടോ, 100% ഉറപ്പാണ്. കർത്താവിന്റെ വാഗ്ദത്തമാണ്. അവൻ ഭൂമിയെ മാത്രം ഇളക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ ആകാശത്തെ ഇളക്കും. എന്താണെന്നറിയോ? ഭൂമിയെ ഇളക്കിയാൽ നമുക്ക് അത്ര വേഗമൊന്നും നമ്മൾ എന്ത് ചെയ്യൂല. ഭൂമി പലതും ഇളകിയിട്ടുണ്ടല്ലോ നമുക്കറിയാം. പക്ഷെ ആകാശത്തെ ഇളക്കിയാലോ? ഭൂമിയുടെ എത്രയോ മടങ്ങ്. നമ്മുടെ മക്കൾക്കാണെങ്കിൽ അറിവ് കൂടുതലായതുകൊണ്ട് അവരോട് ചോദിച്ചാൽ പറയും, എത്രയോ ഭൂമി ഉൾക്കൊള്ളുന്നതാണ് ഒരു ഗ്രഹം. അതെങ്ങാനും തലപ്പുറത്തോട്ട് വന്ന എന്തുമായിരിക്കും അവസ്ഥ? ദൈവം ഇളക്കും. എന്തിനാ ഇളക്കുന്നതെന്നറിയോ? ഇളകാത്ത രാജ്യം പ്രാപിച്ചവരുടെ മഹത്വം ലോകത്തെ അറിയിക്കാൻ ദൈവത്തിന് ആവശ്യമുണ്ട്. ആരാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ലോകത്തെ ഒന്ന് അറിയിക്കണ്ടേ? അറിയിച്ചില്ലെങ്കിൽ പിന്നെ അതിനെന്താ മഹത്വം? ലോകം വെറുത്തോർ വില നാം അന്നാൾ അറിയുമെന്ന് ദൈവം വ്യക്തമാക്കിയില്ലെങ്കിൽ ദൈവത്തെ സേവിച്ചവനും ബൈബിള് വായിച്ചവനും പിന്നെ എന്താ നന്മ? ബൈബിള് വായിക്കണം. ഇന്ന് യൗവനത്തിന്റെ പുറകെ കൂടുന്ന മക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ വായിപ്പിക്കും ദൈവം. 100% ഉറപ്പാ വായിപ്പിക്കും. തിരിഞ്ഞില്ലെങ്കിൽ തിരിക്കും, തിരിഞ്ഞില്ലെങ്കിൽ തിരിക്കും. വായിക്കണം, വായിച്ചില്ലെങ്കിൽ പിടിക്കും. ഓക്കെ, ഇത് ദൈവത്തിന്റെ വചനം. ഈ വചനത്തിനകത്തായിരിക്കുന്ന സകല നന്മയും ഞാൻ ഓർക്കാറുണ്ട്. എത്ര വട്ടം വായിച്ചു കഴിഞ്ഞപ്പോഴാണെന്നറിയോ അവന്റെ വാഗ്ദത്തത്തിലേക്ക് ഒന്ന് ആശ്രയിക്കാനായിട്ട് നമ്മുടെ ചെവികളൊന്ന് ചാഞ്ഞത്, ഒന്ന് കാത്തിരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകുന്നത് എത്ര വട്ടം വായിച്ചപ്പോഴാണ്. ഞാൻ ഓർക്കുക, കൊറോണ സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, ചെവിയിൽ എപ്പോഴും പറയും കൈ കഴുകണം, കൈ കഴുകണം, കൈ കഴുകണം. എത്ര വട്ടം ചെവി പറഞ്ഞിട്ടാ കൈയൊന്ന് കഴുകാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ തിരുവഴുത്ത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഈ ഹൃദയത്തിനകത്ത് ഇത് വിശ്വാസമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? ഉരുവാകാനായിട്ട് തുടങ്ങും. ക്രിസ്തു നമ്മളിൽ ഉരുവാകുവാനായിട്ട്, ക്രിസ്തു നമ്മളിൽ ശരിയായ നിലയിൽ ഉരുവായി തുടങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ ഇളക്കം നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. കുഞ്ഞിൻ്റെ ഇളക്കം തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ബൈബിൾ വായിക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എന്താ? വായിക്കുമ്പോൾ പറ ചോദിച്ചാ ഇളകാൻ തുടങ്ങും. കുഞ്ഞിൻ്റെ ഇളക്കം മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ സന്തോഷിക്കുന്നത് പോലെ കർത്താവിൻ്റെ വചനത്തിലെ സത്യങ്ങൾ ദൈവം നമ്മുടെ മുൻപാകെ വ്യക്തമാക്കി തുടങ്ങുമ്പോൾ പിന്നെ ഈ വായന ഒരു രസമായിട്ട്. എന്താ ഈ വായന രസമാകാത്തെന്നറിയോ? ക്രിസ്തു ഉരുവായതോ, ക്രിസ്തു വളർന്നതോ, ക്രിസ്തുവിൻ്റെ ഇളക്കമോ നമ്മളെ ഇതുവരെയും അലട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരധ്യായം അറ്റ്ലീസ്റ്റ് ഒരു ദിവസം വായിക്കുന്ന എത്ര പേരുണ്ട്? ചടങ്ങിന് വേണ്ടി രാവിലെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി വായിച്ച് കേൾപ്പിക്കുന്നതല്ലാതെ ഭവനത്തിൽ ബൈബിള് വായിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ട്? ഞാൻ ഇന്ന് രാവിലെ വായിച്ചൊരു ഭാഗം എൻ്റെ ഹൃദയത്തെ ഭയങ്കരമായിട്ട് അലട്ടി. കർത്താവോട് പറയുന്നേ, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ഭാവം മാറി. ഓ എൻ്റെ ദൈവമേ, അവൻ്റെ ഭാവം മാറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥനയ്ക്ക് സമ്പൂർണ്ണം. നമുക്കറിയാം, ആ വെങ്കൽ ഭരണി പൊട്ടിച്ചൊഴിക്കണമെങ്കിൽ അവളുടെ ഹൃദയത്തിന് എത്രമാത്രം ബോധ്യം കിട്ടി. പാപം ഇളച്ചു കിട്ടി എനിക്ക്, അവളുടെ പാപം ഇളച്ചു കിട്ടി എന്നുള്ളതായിരിക്കുന്നു ഉറപ്പല്ലേ അവൾ പൊട്ടിച്ചൊഴിച്ചേ? അല്ലെങ്കിൽ 300 വെള്ളിക്കാശ് ആർക്കേലും കൊടുക്കും? എനിക്ക് ഇളച്ചു കിട്ടി എന്നുള്ള വ്യക്തമായ ബോധ്യതയുണ്ടോ? നമ്മുടെ മക്കളോടൊക്കെ ശരിക്കും ചോദിക്കട്ടെ, പാപം ഇളച്ചു കിട്ടി എന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? പോറ്റി പുലർത്തുന്ന ഒരു ദൈവത്തെ പരിചയപ്പെട്ടിട്ടുണ്ടോ? പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ എന്താ അതിലൊക്കെ ഒരർത്ഥം? സ്വന്തം ജീവിത കാര്യങ്ങളെ ക്രമീകരിക്കാനോ സഹായിപ്പാനോ കഴിയാത്തൊരു ദൈവത്തിന് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? എടാ, ഞാൻ പോലും എൻ്റെ മക്കളെ ആദ്യം തിന്നാൻ കൊടുത്തേച്ചാ ഞാൻ അപ്പനാന്ന് അവരെ എന്ത് ചെയ്യുന്നത്?
പരിചയപ്പെടുത്തില്ല. നമുക്കറിയാം യാക്കോബിന്റെ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നീ വിറക് കായാൻ കൊടുത്തിട്ട് വേണം ആ സഹോദരനോട് എന്തോ പറയാൻ, അവന് വസ്ത്രം കൊടുത്തിട്ട് വേണം പറയാൻ. എന്ത്? ദൈവസ്നേഹത്തെ കുറിച്ച്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്റെ കാര്യം നടത്താൻ കഴിവില്ലാത്ത ദൈവം പിന്നെ എന്നെ എവിടെ കൊണ്ടുപോകും? പറ, എവിടെ കൊണ്ടുപോകും? സ്വർഗത്തിൽ പോകും. ശരിക്കും നമ്മളെ ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതാന്നേ. നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിക്ക്. കാത്തിരുന്നിട്ടുണ്ടോ? വാഗ്ദത്തത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ? വാഗ്ദത്തത്തിൽ ആശ്രയിച്ചാലുള്ള പ്രയോജനം എന്താണെന്നറിയോ? ഒരു വട്ടം നടത്തി കണ്ടാൽ പിന്നെ ആരുടെ പുറകെ കൂടിക്കോളും? പറഞ്ഞേ, ഒരു വട്ടം നടത്തി കണ്ടാൽ പിന്നെ ആരുടെ പുറകെ കൂടിക്കോളും? ഈ സ്ത്രീ എന്താ ചെയ്തെന്നറിയോ? വിധവയായ സ്ത്രീ. അവൾ ഒരു വട്ടം കോരി, ഇതുവരെ യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പുവരുത്തണ്ടേ? ഒരു വട്ടം കോരി അവൾ എന്ത് ചെയ്തു? അവൾ ഏലിയാവിന് കൊണ്ടു കൊടുത്തു. പിന്നെ മകന് കോരി, ആ കിട്ടുന്നുണ്ട്. പിന്നെ അവക്ക് കോരി, ആ കിട്ടുന്നുണ്ട്. പിന്നെ അയൽവക്കക്കാർക്ക് കോരി, ആ കിട്ടുന്നുണ്ട്. ബന്ധുമിത്രാദികൾക്കെല്ലാം കോരി, കിട്ടുന്നുണ്ട്. ദൈവം സകലത്തിനും മതിയായതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞട്ടെ, ആദ്യം ഒന്ന് കോരി നോക്കണം, ഒന്ന് കാത്തിരുന്ന് നോക്കണം. വാഗ്ദത്തം ചെയ്ത ദൈവം മാറാത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവനിൽ ആശ്രയിക്കുന്നവരോട് കൂടെ ദൈവരാജ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവനെ തൊടുന്ന ഏവർക്കും ദൈവശക്തി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവനിൽ ആശ്രയിക്കുന്ന ഏവനും ലജ്ജിച്ചു പോകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാഗ്ദത്തം നമ്മുടെ ചെവികളിൽ എപ്പോഴും മുഴങ്ങണം. അതിനെന്തോ വായിക്കണം? പുസ്തകം വായിക്കണം. പുസ്തകം വായിക്കാത്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? വളരാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ നാടകമൊക്കെ കാണിക്കാം. എല്ലാ ആഴ്ചയിലും ഞാൻ എവിടെ പോകും? ഹോളിൽ പോകും. എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ എന്ത് ചെയ്യാറുണ്ട്? പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ സങ്കീർത്തനവും വായിക്കാറുണ്ട്. ഇതുകൊണ്ടൊന്നും എവിടെ പോകില്ല. ഞാൻ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറയത്തില്ല. കർത്താവ് തൻ രക്ഷ നൽകിയത് അവൻ ഔദാര്യമായിട്ട്. പക്ഷെ ഒരു ഫലവും കൊണ്ടെങ്കിലും തിരിച്ചറിയണ്ടേ? എടാ, ജനിച്ച കുഞ്ഞ് പാല് കുടിക്കുക എന്നുള്ളത് വ്യക്തത ഏതമ്മയ്ക്കും തിരിച്ചറിയാവുന്ന ഒരു സത്യമാണ്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യന് ബൈബിള് വായിക്കണോ വേണ്ടിയോ? രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യന് ബൈബിള് വായിക്കുന്നില്ലെങ്കിൽ, മായമില്ലാത്ത പാല് കുടിക്കുന്നില്ലെങ്കിൽ ദൈവപ്രകാരം ജനിച്ചിട്ടില്ലെന്നല്ലേ നമുക്ക് ബോധ്യമാകുന്നത്. അതുകൊണ്ടല്ലേ യോഹന്നാൻ ചോദിച്ചത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്ക്. ഞാൻ ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചെന്ന് ഞാനൊന്ന് അറിയട്ടെ. ദൈവാത്മാവാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചെന്നുണ്ടെങ്കിൽ പാപബോധത്തോടുകൂടി നീ വരും. നീതിയായ ക്രിസ്തുവിലേക്ക് നീ തിരിയും. അല്ല, ദൈവാത്മാവല്ല നിന്നെ അയച്ചെന്നുണ്ടെങ്കിൽ നീ എങ്ങനെ വരും? യോഹന്നാൻ ഏതായാലും കുറച്ച് സ്നാനമൊക്കെ നടത്തുന്നുണ്ടല്ലോ, ഞാൻ അവിടെയും കയറി എന്ത് ചെയ്തേക്കാം? സ്നാനപ്പെട്ടേക്കാം. അപ്പുറത്ത് വേറൊരു സ്നാനം കണ്ട അതിലും കയറി എന്ത് ചെയ്തേക്കാം? സ്നാനപ്പെട്ടേക്കാം. ഇതൊക്കെ ഇങ്ങനെയല്ലേ നമ്മൾ സ്നാനപ്പെടുന്നത്? ഇതൊന്നും അല്ല കേട്ടോ. യഥാർത്ഥമായ നിലയിൽ കർത്താവിനെ അറിയണം. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ധൈര്യം കൂടും. സത്യമാണ് ഞാൻ പറഞ്ഞ, ധൈര്യം കൂടും. ആരോടും ഈ കർത്താവിനെ കുറിച്ച് പറയാനുള്ള ബലം പ്രാപിക്കും. അല്ലെങ്കിൽ പേടിച്ചു നിൽക്കും. കർത്താവിനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും വാക്കിനകത്ത് എന്ത് വരത്തില്ല? കർത്താവ് വരത്തില്ല. പരിചയപ്പെടാത്ത ഒരാളെ കുറിച്ച് എങ്ങനെ സംസാരിക്കും ജോർജ് അപ്പച്ച? അറിയാത്ത ഒരാളെ കുറിച്ച് ഞാൻ എങ്ങനെയാ സംസാരിക്കുക? ഞാൻ അവനെ അറിയണം. ഞാൻ പോകുന്നിടം സംബന്ധിച്ച് മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ ഞാൻ അവനെ അറിയണം. ഏത് വായിച്ചറിയണം? പുസ്തകം വായിച്ചറിയണം. അറിയണമെങ്കിൽ അറിയിക്കുന്ന ഒരു ആത്മാവ് ഇവിടെ ഉണ്ടാകണം, ഹൃദയത്തിൽ ഉണ്ടാകണം. ഗ്രഹിപ്പിക്കുന്ന ഒരു ആത്മാവിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അങ്ങനെ ക്രിസ്തുവിനെ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ജീവൻ ഉണ്ടാകൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കേട്ട വചനത്തോട് ഗൗരവം കാണിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വചനം നാം ഓർത്തു. അനേകം വിധവമാര് എവിടെ ഉണ്ടായിരുന്ന? ഇസ്രയേലിലുണ്ടായിരുന്നു. പക്ഷേ ഇസ്രയേലിൽ ഒരെണ്ണം പോലും എന്ത് ചെയ്തില്ല? അവനാൽ ഉപജീവിക്കപ്പെട്ടില്ല. പക്ഷേ സരപ്തയിലെ ഒരു വിധവ, അവൾ ഉപജീവിക്കപ്പെട്ടു. വാസ്തവത്തിൽ നമ്മൾ ഈ ക്രിസ്തുവിനെ യഥാർത്ഥമായി, കർത്താവെ ദൈവരാജ്യം ഞങ്ങളുടെ ഇടയിൽ വസിക്കുക, 2-3 പേർ ഐക്യമധ്യപ്പെട്ട്, ഇന്ന് ഐക്യത എന്ന് പറയുന്ന സാധനം നമ്മുടെ സഭയിലും ഇല്ല, നമ്മുടെ കൂട്ടത്തിനും ഇല്ല. ഐക്യമധ്യപ്പെട്ട് എന്ത് യാചിച്ചാലും എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൽ ഐക്യത പ്രാപിച്ച് ഒരാത്മാവിന്റെ ചിന്താഗതിയോടുകൂടെ നമ്മുടെ നടുവിൽ വസിക്കുന്ന കർത്താവിനോട് നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഓക്കെ, അങ്ങനെ ഉത്തരം നൽകും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നമുക്കറിയാം യഹൂദന്മാരാൽ ഉപദ്രവിക്കപ്പെട്ടവരായി ശിഷ്യന്മാര് ഓടി വന്നതിന് ശേഷം അവർ മുട്ടുമടക്കി പറഞ്ഞു, ജാതികൾ വ്യർത്ഥമായി കലഹിക്കുന്നത് എന്ത്? എന്റെ ദൈവമേ, ഞാനത് വായിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അവര് ഭയപ്പെട്ടു. ഇനി മേലാൽ ഈ വാക്ക് ആരോടും പറയരുതെന്ന് പറഞ്ഞു. അവർ പേടിച്ചു പോയി. അവരെ കൊന്നുകളയുമെന്നുള്ള ഭയം അവർക്കുണ്ടായി. അവരുടെ ധൈര്യം ക്ഷയിച്ചു പോയി. അവർക്കറിയാം, രോഗികളെ സൗഖ്യമാക്കുവാനുള്ള നിന്റെ കരം ഞങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോയാൽ ഞങ്ങൾ ആരുടെ മേൽ തൊടും?
അവരുടെ ധൈര്യം ക്ഷയിച്ചു പോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. അവർ സഭയായിട്ട് ഒരുമിച്ച് കൂടുക. അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൈകോർത്ത് പിടിച്ചു. അവർ ദൈവസന്നിധിയിൽ ഐക്യത കൊണ്ട് പ്രാർത്ഥിച്ചു. നമുക്കവിടെ വായിക്കാൻ സാധിക്കുന്ന അവർ ഇരുന്ന സ്ഥലം, ദൈവം ഇറങ്ങി വരുമോ? നമുക്ക് ഈ കുലുങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ കുലുങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ കുലുങ്ങിയൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ പറയട്ടെ, ആ കുലുക്കമൊന്നുമല്ല. ദൈവം വാസ്തവമായി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് അറിയുവാൻ തക്കവണ്ണം മക്കളും നമ്മളും ഗ്രഹിക്കണം. അങ്ങനെ ഗ്രഹിച്ച ഒരു വ്യക്തിയുടെ മക്കൾ മാത്രമേ ഏതിൻ്റെ പുറകെ നടക്കത്തുള്ളൂ? സത്യത്തിൻ്റെ പുറകെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഈ വചന മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക, വചനം ധൈര്യമായി പ്രസ്താവിക്കാം. എല്ലാ കാലത്തും കൃപയും ശക്തിയും മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് എല്ലാവർക്കും ധാരാളമായ ദൈവകൃപ ഈ വചനങ്ങളാൽ ഉണ്ടാകുമാറാകട്ടെ.